ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് 1 വെള്ളിയാഴ്ച തിയേറ്ററിലെന്ന മലയാള സിനിമയാണ് പേട്രിയറ്റ്. മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, രേവതി എന്നിങ്ങനെ മൾട്ടി സ്റ്റാർ താരനിരയുള്ള ഈ സിനിമ മഹേഷ് നാരായണനാണ് തിരക്കഥ ചെയ്ത് സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെയോടെ, അതായത് ഏറ്റവും ഒടുവിൽ വന്ന കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 2,94,00,000, കർണാടകയിൽ 13 ലക്ഷം, തമിഴ്നാട്ടിൽ 10 ലക്ഷം, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 1 ലക്ഷം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 25,000 എന്നിങ്ങനെ 3,18,00,000 രൂപയാണ് ഇന്ത്യൻ പ്രീസെയിലായി നേടിയെടുത്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് $4,67,000, അതായത് $4,42,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് രാവിലെ വരെയുള്ള കണക്കുകൾ പ്രകാരം വേൾഡ് വൈഡ് പ്രീസെയിലായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് $7,60,00,000 രൂപയാണ്. ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ദൃശ്യം 3 തിയേറ്ററിലെത്തുന്നത് മോഹൻലാലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് മെയ് 21-നാണ്. ജിത്തു ജോസഫ് തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ ടീസർ ഇന്ന് വൈകിട്ട് 5 മണിക്ക് പുറത്തു വരുന്നതാണ്. അതേസമയം ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇന്നലെ ഈ സിനിമ UK-യിൽ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചതായി വിവരം വന്നിട്ടുണ്ട്. മലയാളത്തിലെ ആദ്യ 125 കോടി ചിത്രമായ വാഴ 2 തിയേറ്ററിലെത്തിയത് ഏപ്രിൽ 2-നാണ്. ഒരു കൂട്ടം പുതുമുഖ യുവനിരയുമായി സബിൻസ സംവിധാനം ചെയ്ത ഈ സിനിമ തിങ്കളാഴ്ച വരെയുള്ള 26 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരുന്നത് $124,61,00,000 രൂപയായിരുന്നു. 27-ാം ദിവസം എന്നല്ല ചൊവ്വാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് $85 ലക്ഷം രൂപയാണ്. അങ്ങനെ കേരളത്തിൽ 27 ദിവസം കൊണ്ട് $125,45,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. തെലുങ്കിലും മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നോട്ട് പോകുന്ന ഈ സിനിമ 27 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത് $230 കോടി റേഞ്ചിലാണ്. സൈജു കുറുപ്പ് നായകനായി കൃഷ്ണദാസ് മുരളി തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 10-ന് തിയേറ്ററിലെത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ മലയാള സിനിമയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. ചിത്രം തിങ്കളാഴ്ച വരെയുള്ള 18 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് $22,50,00,000 രൂപയായിരുന്നു. 19-ാം ദിവസം എന്നതിലെ ചൊവ്വാഴ്ച ഈ സിനിമ കേരളത്തിൽ $84 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 19 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ $23,34,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 37 കോടി റേഞ്ചിലാണ്. വിഷു റിലീസായി ഏപ്രിൽ 15-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ടോവിനോ തോമസ് നായകനായ ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത ഈ സിനിമയുടെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ 13 ദിവസത്തെ കേരള ഓവർസീസ് കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ 13 ദിവസം കൊണ്ട് $12,66,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കേരള ഷെയറായി ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് $5,88,00,000 രൂപയാണ്. സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് $18,50,00,000 രൂപയുമാണ്. സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഷെയറായി ലഭിച്ചിരിക്കുന്നത് $8,45,00,000 രൂപയുമാണ്. ഇനി 14-ാം ദിവസമായി ഇന്നലെ ചൊവ്വാഴ്ചയിലേക്ക് വന്നാൽ ഇന്നലെ കേരളത്തിൽ ഈ സിനിമ 18 ലക്ഷം റേഞ്ചിലാണ് നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ 14 ദിവസത്തെ കേരള കളക്ഷൻ $12,84,00,000 റേഞ്ചിലും വേൾഡ് വൈഡ് കളക്ഷൻ $18,70,00,000 റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രിയദർശൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 17-ന് തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ഭൂത് ബംഗ്ല. അക്ഷയ് കുമാർ, പരേഷ് റാവൾ, ജിഷു സെൻഗുപ്ത, ടാബു, വാമിക ഗബ്ബി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ തിങ്കളാഴ്ച വരെയുള്ള 11 ദിവസത്തെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിത്രം കർണാടകയിൽ നിന്ന് $8,89,00,000, തെലങ്കാനയിൽ നിന്ന് $4,14,00,000, തമിഴ്നാട്ടിൽ നിന്ന് $1,41,00,000, ആന്ധ്രയിൽ നിന്ന് $47 ലക്ഷം, കേരളത്തിൽ നിന്ന് $28 ലക്ഷം എന്നിങ്ങനെ 11 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് $142,55,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് $5.22 മില്യൺ, അതായത് $49,36,00,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ $191,91,00,000 രൂപയാണ് ആദ്യ 11 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.